അതാണ് മറ്റൊന്ന് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സാധ്യതകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് BJP ഈ രാജി ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം രാജിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയും അദ്ദേഹത്തിന്റെ സന്ദേശം വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയുണ്ടായല്ലോ. അശ്വതി, 2 തവണയായി 10 ദിവസമാണ് കേജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യം 6 ദിവസം, പിന്നീട് കസ്റ്റഡി കാലാവധി നീട്ടി നൽകി 4 ദിവസം. ഏതായാലും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ എന്തായിരിക്കും ED? ഒരുപക്ഷെ ED കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത നിലവിലില്ല. നേരത്തെ കെ കവിതയുടെ കേസിലും 2 തവണ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു, അതിനുശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല. ഒരുപക്ഷെ CBI കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസിൽ നേരത്തെ നടപടികൾ തുടങ്ങിയത് CBI ആണ്. കേജ്രിവാളിനെ 1 തവണ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ CBI എന്തായിരിക്കും ഇന്ന് കോടതിയിൽ പറയുക എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ സ്വാഭാവികമായും തിഹാർ ജയിലിൽ കേജ്രിവാൾ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ എന്ന നിലപാട് ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതായത് ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് ലഫ്റ്റനന്റ് ഗവർണർ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നു. അപ്പോൾ രാഷ്ട്രപതി ഭരണം അടക്കമുള്ള നിലയിലേക്ക് കേജ്രിവാൾ രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം അടക്കമുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് അറിയേണ്ട വിഷയമാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിക്കുന്നത് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്നാണ്. ഇന്നലെ സുനിത കേജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ റാലിയിലും രാംലീല മൈതാനിൽ നടന്ന റാലിയിലും സമാനമായ പരാമർശമാണ് നടത്തിയത്. അവിടെ കൂടിയിരുന്ന പ്രവർത്തകരോട് ചോദിച്ചത് കേജ്രിവാൾ രാജിവെക്കേണ്ടതുണ്ട് എന്നായിരുന്നു. അവരുടെ മറുപടി ആവശ്യമില്ല എന്നായിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും 2 മണിയോടുകൂടിയായിരിക്കും കേജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി